പള്ളം ബിഷപ്പ് സ്പീച്ചിലെ വിദ്യാപീഠിൽ സൃഷ്ടി സ്ത്രീ എന്ന പേരിൽ കുട്ടികൾ ഒരുക്കിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഏറെ കൗതുകമായി. സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ, ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വെജിറ്റബിൾ കാർവിംഗ് ഇവയെല്ലാം ശ്രദ്ധ നേടി. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകൾ എക്സിബിഷന്റെ പ്രത്യേകതകളായിരുന്നു. ഇതിലൂടെ കുട്ടികൾ നേരിട്ട് കണ്ടും കേട്ടും ആസ്വദിച്ചും പഠിക്കുന്ന പഠന പ്രക്രിയയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുതുതലമുറയെ പഴയ സാധനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി പഴയ സാധനങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ക്രിസ്തുമസിന് ആവശ്യമായ അലങ്കാര വസ്തുക്കളും കുട്ടികൾ തന്നെയാണ് നിർമ്മിച്ചത്. കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുമെന്ന് പ്രിൻസിപ്പൽ ബെൻസി കെ തോമസ് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കിയതായ വിവിധ തരത്തിലുള്ളതായ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ, സ്റ്റിൽ മോഡൽസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, ആൻറ്റിക് ഐറ്റംസ് എല്ലാം ഈ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണ്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ റോബോട്ടിക്സ് ഒരു പഠന വിഷയമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നു. ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ വെജിറ്റബിൾ കാർവിങ്സ് അതുപോലെയുള്ളതായ മറ്റ് പ്രോഗ്രാമുകളൊക്കെ ഈ സ്കൂളിൽ നടത്തപ്പെടും. ഇതിലെല്ലാം പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൂർണ്ണ സഹകരണം ലഭ്യമാകുന്നുണ്ട്. കുട്ടികളുടെ പൂർണ്ണ സഹകരണത്തോടൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയാണ് ഇത്രയും വിപുലമായ രീതിയിൽ സൃഷ്ടി സ്ത്രീ സംഘടിപ്പിക്കാൻ സഹായിച്ചതെന്ന് അധ്യാപിക അശ്വതി ആൻഡ്രൂസ് പറഞ്ഞു. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ ഒന്ന് തട്ടി ഉണർത്തി അവരെ കഴിയാവുന്ന വിധം അവര് കുറെ സാധനങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂടാതെ വർക്കിംഗ് മോഡൽസ് ഉണ്ട്, സ്റ്റിൽ മോഡൽസ് ഉണ്ട്, ചാർട്ട് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റിക്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഴമ എന്താണെന്ന് അറിയില്ല. അപ്പം പുതുതലമുറയെ പഴയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഓരോന്നും ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റോബോട്ടിക് വിഭാഗം, ഞങ്ങൾക്ക് ഈ വർഷം റോബോട്ടിക്സിന്റെ ഒരു ക്ലാസ് തന്നെ സബ്ജക്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹോം സയൻസ് ക്ലാസ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ബീഡ്സ് മേടിച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ സ്റ്റാർസ്, ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായി ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബെൻസി സാറിന്റെയും വൈസ് പ്രിൻസിപ്പൽ ശോഭ മാം, ബസ ലാൽജി അച്ഛൻ, കൂടാതെ ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസ്, അവരുടെ എല്ലാം ഭയങ്കരമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട്. വളരെ മനോഹരമായി ഇത്രയും കാര്യങ്ങൾ സജ്ജീകരിക്കുവാൻ ഞങ്ങളെ സാധിച്ചത് ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച എക്സിബിഷൻ വെള്ളിയാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.